2-3 ദിവസമായി എയർ ഹോണാണ് സംസ്ഥാനത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന്. അതെ, റോഡുകളിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, കാതടപ്പിക്കുന്ന അതേ ഹോണുകളെ പറ്റി തന്നെ. ബസ്സുകളിൽ ഇത്തരം 6 എയർ ഹോണുകൾ വരെയൊക്കെയാണ് ഫിറ്റ് ചെയ്യുന്നതത്രേ. 75 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം സ്ഥിരമായി കേൾക്കുന്നത് കേൾവി തകരാറിലാകാൻ കാരണമാകുമെന്നിരിക്കെ 117 ഡെസിബൽ ഒക്കെ തീവ്രതയുള്ള എയർ ഹോണുകളാണ് നമ്മുടെ നിരത്തുകളിൽ മുഴക്കുന്നത്. ഇത് മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഉറക്കക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും IMAയുടെ പഠനങ്ങളുണ്ട്. 1500 രൂപ മുതൽ 10,000 രൂപ വരെ വിലയുള്ള എയർ ഹോണുകൾ വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ വില എത്രയായാലും കുഴപ്പമില്ല, വഴിയെ പോകുന്നവരെ വിറപ്പിച്ചാൽ മതിയെന്നാണ് ചിലരുടെ നിലപാട്. എന്നാൽ സംസ്ഥാനത്ത് ഗുരുതരമായ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നതിനാൽ നിരോധിത എയർ ഹോണുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ സംസ്ഥാനത്ത് വ്യാപകമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇതാണ് സംസ്ഥാനത്ത് പ്രത്യേകിച്ചും വാഹനപ്രേമികൾക്കിടയിൽ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ കാരണം. ഒരു ഭാഗത്ത് മാസ് കാണിക്കുന്ന എയർഹോൺ പ്രേമികളായ ഡ്രൈവർമാർ, മറുഭാഗത്ത് വലിയ ശബ്ദമലിനീകരണമാണ് എയർഹോൺ ഉണ്ടാക്കുന്നതെന്ന് വാദിക്കുന്നവർ. മുമ്പ് പലതവണ എയർഹോൺ ഉപയോഗിക്കുന്നതിനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗണേഷ് കുമാർ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടതിനാൽ ഇത്തവണ നടപടി കടുക്കുമെന്നുറപ്പാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് കോതമംഗലം ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനത്തിനിടെ അമിത ശബ്ദത്തിൽ ഹോണടിച്ച് ഒരു ബസ് മന്ത്രി ഗണേഷ് കുമാറിന്റെ കൺമുന്നിലൂടെ അതിവേഗം കടന്നുപോയി. ഉടനടി നടപടി എന്നതാണല്ലോ ഗണേശിന്റെ രീതി. ഉത്തരവാദപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഉടനെ വന്നു ബസ്സിനെതിരെ നടപടി. ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ പെർമിറ്റും പോയി. ഏറെ വൈകാതെ അതേപടി ഹോണടിച്ച് കടന്നുപോയ മറ്റൊരു ബസ്സിനും കിട്ടി അതേ ശിക്ഷ. തുടർന്നാണ് മറ്റു ബസ്സുകളിലേക്കും മോട്ടോർ വാഹന വകുപ്പ് പരിശോധന വ്യാപിപ്പിച്ചത്. എയർഹോൺ ഉപയോഗിക്കുന്നവർക്ക് കനത്ത പിഴയാണ് സംസ്ഥാന ഗതാഗത വകുപ്പ് ചുമത്തുന്നത്. ആദ്യ തവണ 1000 രൂപയാണ് പിഴ. എയർഹോൺ നീക്കം ചെയ്യാൻ തയ്യാറാവാതിരുന്നാൽ പിന്നീടുള്ള പരിശോധനയിൽ 10,000 രൂപയാകും ഡ്രൈവറുടെ കയ്യിൽ നിന്ന് പോകുക. എയർഹോൺ ഉപയോഗം നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇത് പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല. അതുകൊണ്ടാണ് പിഴ ഈടാക്കുന്നത്. 2 ദിവസം കൊണ്ട് 400ഓളം കേസുകളിൽ നിന്നായി 5 ലക്ഷത്തിലധികം രൂപയാണ് പിഴ ഇനത്തിൽ വകുപ്പ് ഈടാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റോഡിൽ നിയമലംഘനം നടത്തുന്നവരെ പിടിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് പറ്റിയില്ലെങ്കിൽ അവരെ പിടിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കോതമംഗലത്തെ പരിപാടിയിൽ മന്ത്രി പറഞ്ഞിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും എയർഹോൺ കൊണ്ടുള്ള കളി തീക്കളിയാകുമെന്നാണ് കാര്യങ്ങളുടെ പോക്ക് കാണുമ്പോൾ തോന്നുന്നത്.